വ്യക്തികളിൽ ഭ്രാന്ത് അപൂർവമാണ്. എന്നാൽ ഗ്രൂപ്പുകളിലും പാർട്ടികളിലും രാഷ്ട്രങ്ങളിലും യുഗങ്ങളിലും അതാണ് നിയമം. ഫ്രെഡറിക് നീഷെ. ഫേമസ് ആയിട്ടുള്ള ഫിലോസഫറാണ് ഫ്രെഡറിക് നീഷെ. ഈ ഒരു കോട്ട് ശരിക്കൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരും ഒറ്റക്കായിരിക്കുമ്പോൾ പോലെയാകില്ല ആ ഒരു വ്യക്തി ഒരു ഗ്രൂപ്പിലേക്ക് ചെല്ലുമ്പോഴൊക്കെ. ഇപ്പോൾ അടുത്ത് നടന്ന കൊലപാതകം, ഷഹബാസ് എന്ന സ്റ്റുഡൻറ്റിൻ്റെ കൊലപാതകം നോക്കുകയാണെങ്കിൽ അതൊരു വ്യക്തി മാത്രം എടുത്ത തീരുമാനമാണെങ്കിൽ ചിലപ്പോൾ പരിഹരിച്ചു പോകുമായിരിക്കാം. പക്ഷേ ഒരു ഗ്രൂപ്പിലേക്ക് തിരിയുമ്പോൾ അവർ ശരിക്ക് ഭ്രാന്തമായിട്ട് മാറാണ് ചിന്തകൾ. അപ്പോൾ അത് കൊലപാതകത്തിലേക്ക് വരെ എത്തിക്കുന്നു. പല രാഷ്ട്രങ്ങളുടെ തീരുമാനം എടുത്താലും നമുക്ക് അങ്ങനത്തെ ഉദാഹരണങ്ങളാണ് കാണാൻ പറ്റുക. പല കാര്യങ്ങളും നോക്കുമ്പോൾ എന്ത് മണ്ടൻ തീരുമാനങ്ങളാണ് എന്ന് നമുക്കിപ്പോൾ തോന്നുമെങ്കിലും അന്ന് അത് എടുക്കുമ്പോൾ ചിലപ്പോൾ അതൊരു ഭ്രാന്തമാണ് എന്ന് തോന്നിയിട്ടുണ്ടാവില്ല. അതൊരു നിയമം പോലെ ചെയ്തതാകാം.